നമുക്ക് എങ്ങനെ നമ്മുടെ കർക്കിടകത്തില് മുടി ഹെർബൽ ആയിട്ട് തന്നെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇപ്പൊ ഏതാ മാസം? കർക്കിടകമാണ് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നല്ല തകർത്ത് മഴ പെയ്യുന്ന മാസമാണ്. നമുക്ക് പിന്നെ അധികം ഇങ്ങനെ അപകടങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളോ പിന്നെ വീഴലും മുട്ടലും അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയുന്ന ഒരു സമയമാണല്ലേ ഇത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മുടിക്കാണെങ്കിലും നല്ലൊരു കെയർ കൊടുക്കേണ്ട സമയവും കൂടി ആട്ടോ. കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, പിന്നെ ഡാൻഡ്രഫ്, അത് കൂടാതെ നമുക്ക് മുടിയിൽ കായ വരിക, മുടി പെയിൻ ഉണ്ടാവുക, താരൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പൊ കൂടുതലും നമ്മൾ ആയുർവേദിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹെർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലില്ലാതെ മുടിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ കർക്കിടകത്തില് മുടി ഹെർബൽ ആയിട്ട് തന്നെ ആയുർവേദപരമായിട്ട് നമ്മുടെ പാടത്തും തൊടിയിലൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് സംരക്ഷിക്കാന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒട്ടും വൈകേണ്ട, വീഡിയോയിലേക്ക് പോകാം. 3-4 പനിക്കൂർക്ക, കുറച്ച് തുളസി ഇല, പിന്നെ അതിനുശേഷം ഉള്ളി 4 കൂടിയാണ് എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളിയാണ്. 3 കൂടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിൽ എടുക്കാം. അതിനുശേഷം ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അല്പം വെള്ളം മതി, അതിൽ ഓൾറെഡി വെള്ളമുണ്ട്. അരിച്ചതിന് ശേഷം നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്ന എണ്ണ അതിലേക്ക് ചേർത്ത് കൂടി കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലാകണം കേട്ടോ. നമ്മൾ എണ്ണയിൽ മിക്സ് ചെയ്ത് വെച്ച ആയുർവേദ കൂട്ട് ഒരു കോട്ടൺ, ഒരു പഞ്ഞി വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ തലയുടെ നെറ്റിയിലും ഓട്ടിയിലൊക്കെ ഉണ്ട്, തലയോട്ടി ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. കാരണം താരൻ, ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ കൂടുതലായിരിക്കും ഈ സമയത്ത്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ പച്ചമൂലികളുടെ ആ ഒരു ഗുണങ്ങൾ അടങ്ങിയ ആയുർവേദ കൂട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ കൊടുത്തതെന്ന് എല്ലാവരും കണ്ടല്ലേ. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന പനിക്കൂർക്കയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിനെ തടയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത്, ഈ ഒരു മഴക്കാലത്ത് വരുന്ന ചുമയാണെങ്കിലും തുമ്മലാണെങ്കിലും നീരക്കത്തിനാണെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തിരി ഫലപ്രദമായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ചുവന്നുള്ളി ആണെങ്കിൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെയൊക്കെ നല്ലതുപോലെ എടുത്തു കളയാനും മുടി കൊഴിച്ചിട്ട് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തുളസിരി ആണെങ്കിൽ നമ്മുടെ തലയിലൊക്കെ, കുഞ്ഞുമക്കളുടെ ഒക്കെ തലയിലാണെങ്കിൽ പേനൊക്കെ വരുമല്ലോ എപ്പോഴും. പിന്നെ നമ്മളും സൂക്ഷിക്കാതെ നമ്മുടെ തലയിലൊക്കെ അങ്ങനെ വരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതിനൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ മുടി ഇഴകൾക്ക് നല്ലൊരു മിനുസമൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ മുടിയെ ഒത്തിരി നമ്മളിങ്ങനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് സംരക്ഷിക്കാതെ നമ്മുടെ തൊടിയിലും പാടത്തും കിട്ടുന്ന കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ മുടിയെ സംരക്ഷിക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ ഓൾ.